സ്ത്രീയായി ജനിച്ച് പുരുഷനായി മാറിയ ആളാണ് സഹദ്. സി ആകട്ടെ പുരുഷനായി ജനിച്ച് സ്ത്രീയായി മാറിയ വ്യക്തിയും. ഇരുവരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചതോടെ ഒരു കുഞ്ഞ് എന്ന മോഹമുണ്ടായി. ആദ്യം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ നിയമം വെല്ലുവിളിയായെങ്കിലും തോറ്റു പിന്മാറിയില്ല. കുഞ്ഞെന്ന സ്വപ്നത്തിനായി സഹദ് പുരുഷനാകാനുള്ള ഹോർമോൺ ചികിത്സ പാതി വഴിയിൽ നിർത്തി. IVF വഴി സഹദ് ഗർഭം ധരിച്ചു. സിയ അപ്പോഴേക്കും സ്ത്രീയായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ 3 വർഷം മുൻപാണ് സിയയുടെയും സഹദിന്റെയും ജീവിതത്തിൽ വെളിച്ചമായി കുഞ്ഞു സബിയ എത്തുന്നത്. ഇതോടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാവ്, പിതാവ് എന്നീ കോളങ്ങളിൽ ഇരുവരുടെയും പേരുകൾ ചേർക്കാൻ തടസ്സങ്ങൾ വന്നു. പിതാവിന്റെ സ്ഥാനത്ത് സഹദിനെയും മാതാവായി സിയയെയും രേഖപ്പെടുത്തണമെന്നായിരുന്നു ദമ്പതികളുടെ ആഗ്രഹമെങ്കിലും അത് സാധ്യമായില്ല. തുടർന്നാണ് ഇരുവരും നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. മാതാവിന്റെയും പിതാവിന്റെയും പേരുകൾ പ്രത്യേകം രേഖപ്പെടുത്താൻ സാധിക്കില്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കൾ എന്ന കോളം വേണമെന്നായിരുന്നു ആവശ്യം. ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേരും മദറിന്റെ സ്ഥാനത്ത് സഹദിന്റെ പേരും വെച്ചിട്ട് ബ്രാക്കറ്റില് ട്രാൻസ്ജെൻഡർ എന്നുള്ളത് കൊടുക്കാന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേസുമായിട്ട് ഹൈക്കോടതി വഴി പോയി. നമ്മുടെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി വന്നു, ഇങ്ങനെ പാരന്റ്സ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യണം. ഹൈക്കോടതി വിധി ദമ്പതികൾക്ക് അനുകൂലമായി. കോടതി വിധിയനുസരിച്ച് K-സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ സർക്കാരും ഉത്തരവിറക്കി. കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയ പുതിയ ജനന സർട്ടിഫിക്കറ്റിൽ പരമ്പരാഗതമായ അച്ഛൻ, അമ്മ എന്നീ കോളങ്ങൾക്കു പകരം രക്ഷിതാക്കൾ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ട്രാൻസ്ജെൻഡർ ദമ്പതിമാർക്കും പരിരക്ഷ കിട്ടുന്ന രീതിയിലാണ് ഉത്തരവ്. വിവേചനങ്ങളുടെ ലോകത്ത് പൊതുപ്രതീക്ഷയേകുകയാണ് ഈ പോരാട്ട വിജയം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് സിയയും സഹദും. അതുകൊണ്ട് തന്നെ കനൽ വഴികൾ താണ്ടിയുള്ള ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരമാണ്. ക്യാമറമാൻ അനൂപിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്.